ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു വെയിറ്റ് ലോസ് റെസിപ്പിയാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. വെയിറ്റ് ലോസ് മസാല ഓട്സ്. നമുക്കറിയാം, തടി കുറക്കാൻ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ഓടിപ്പോയി എടുക്കുന്ന ഒരു ഐറ്റമാണ് ഓട്സ്. അപ്പം ഈ ഓട്സ് പൊതുവെ എനിക്ക് കഴിക്കാൻ നല്ല മടിയാണ് കേട്ടോ. അപ്പോൾ ഇതിനെ ഒരു സ്പൈസി വേർഷനിലേക്ക് ആക്കി മാറ്റിയപ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. പ്ലസ് ഇത് വെയിറ്റിൽ ഒരുപാട് ലൂസ് ചെയ്യാനും സഹായിച്ചു. അപ്പോൾ ഈ ഒരു റെസിപ്പിയാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. ക്യാരറ്റ്, ബീൻസ്, കുറച്ച് സവാള അരിഞ്ഞത്, അതുപോലെ മൂന്ന് കളറിലുള്ള ക്യാപ്സിക്കം, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ എടുക്കുക, നിങ്ങളുടെ ഫേവറേറ്റ് വെജിറ്റബിൾസൊക്കെ എടുക്കുക. കളർഫുള്ളാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഒരു പാനിലേക്ക് ഞാൻ 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതല്ലെങ്കിൽ ഓലിവ് ഓയിലും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. എത്രത്തോളം കളർഫുൾ വെജിറ്റബിൾസ് എടുക്കുന്നോ അത്രത്തോളം അതിൻ്റെ ഗുണങ്ങൾ കൂടും. അപ്പോൾ നമുക്ക് ഈ വെജിറ്റബിൾസൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സോട്ടേ ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് വഴന്ന് വരുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ എരിവിന് ആവശ്യമായിട്ട് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. നമ്മൾ വേറെ എരിവുകളൊന്നും ചേർക്കുന്നില്ല കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും ചേർത്തിട്ട് ഇതിനെ നന്നായിട്ട് പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം. പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു 1/2 കപ്പ് ഓട്സ് ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഈ ഓട്സ് ചേർത്തതിന് ശേഷം ഒരു 1-2 മിനിറ്റ് നമുക്കിതിനെ ഒന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം, ഈ വെജിറ്റബിൾസിൻ്റെ കൂടെ തന്നെ. എന്നിട്ട് ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ 1/2 കപ്പ് ഓട്സിന് ഞാൻ 1.5 കപ്പ് വെള്ളമാണ് കേട്ടോ ചേർക്കുന്നത്. എന്നിട്ട് നമുക്കിതിനെ അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് വേവിച്ചിട്ടെടുക്കാം. അപ്പോഴേക്കും ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി ഒരു പരുവായിട്ട് വരും. അപ്പോൾ 5 മിനിറ്റിന് ശേഷം ഇവിടെ വെള്ളമൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് വെച്ചിട്ട് ഒരു 1-2 മിനിറ്റ് ഇതിനെ ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ അത് മൊത്തമായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വരും. അങ്ങനെ നമ്മുടെ മസാല ഓട്സ് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമല്ലേ തയ്യാറാക്കാൻ. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 മുറി ചെറുനാരങ്ങയുടെ നീര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ ചേർത്തത്. അങ്ങനെ നമ്മുടെ മസാല ഓട്സ് റെഡി ആയിട്ടുണ്ട്. ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് പോമഗ്രനേറ്റ് ആണ്, അനാർ. നമുക്കറിയാം, ഈ ഒരു സ്പൈസി ഡിഷിൻ്റെ കൂടെ ഈ ഒരു അനാറ് കൂടി ചേർക്കുമ്പോൾ ആ ഒരു സ്വീറ്റ്നെസ്സും ക്രഞ്ചിനെസ്സും ഒക്കെ കൂടി ഈ മസാല ഓട്സ് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. പൊതുവേ ഡയറ്റ് ഫുഡ് അത്ര ടേസ്റ്റി അല്ല എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. പക്ഷെ നമ്മൾ കുറച്ചുകൂടി ഇന്നോവേറ്റീവായിട്ട് ചെയ്യുമ്പോൾ നമുക്കത് ടേസ്റ്റി ആക്കിയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം പോസ്റ്റ് പ്രഗ്നൻസിക്ക് ശേഷം ഒത്തിരി വെയിറ്റ് കൂടിയപ്പോൾ അത് ഞാൻ ലൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 3 മാസം കൊണ്ട് ഒരു 10 കിലോ ഒക്കെ കുറച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫോളോ ചെയ്ത ഒരു ഹെൽത്തി ഡയറ്റ് പ്ലാൻ ഉണ്ടായിരുന്നു. അതിൽ ഉണ്ടായിട്ടുണ്ടായിരുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത്. അപ്പോൾ അത് ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. വളരെ ഇഫക്റ്റീവാണ് കേട്ടോ. ഒരു മാസം കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഏകദേശം 5 കിലോ ഒക്കെ ഇത് കുറക്കാൻ പറ്റും, ഇത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ. പ്ലസ് ഇതിൻ്റെ കൂടെ വർക്കൗട്ടും ചെയ്യണം ഒബ്വിയസ്ലി. അപ്പം ഇതുപോലുള്ള ഹെൽത്തി റെസിപ്പീസ് നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വെയിറ്റ് ലൂസ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ ഇതുപോലുള്ള വെയിറ്റ് ലോസ് റെസിപ്പീസ് നിങ്ങൾക്ക് കൂടുതലായിട്ട് ചാനലിൽ കാണുന്നുണ്ടെങ്കിൽ അത് താഴെ എന്നെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അപ്പോൾ ഈ ഒരു റെസിപ്പി വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ദിസ് ഈസ് മീ നിഷി സൈനിങ് ഓഫ്. ടേക്ക് കെയർ.